ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലഖ്നൗ നഗരത്തിലൂടെയുള്ള എന്റെ ഹ്രസ്വ സഞ്ചാരം തുടരുകയാണ്. ഇന്ന് രാവിലെ കാൺപൂരിൽ നിന്നാണ് ഞാൻ ഇവിടേക്കെത്തിയത്. ഇവിടുത്തെ റെസിഡൻസി എന്ന ഒരു ചരിത്ര നിർമ്മിതി കാണാനാണ് ഇനി പോകുന്നത്. കാൺപൂരിൽ നിന്നും ഞാൻ പിടിച്ച ടാക്സിയിലാണ് യാത്ര. അതിന്റെ ഡ്രൈവർ വികാസ് വളരെ ഫ്രണ്ട്ലി ആയ ചെറുപ്പക്കാരനാണ്. ലഖ്നൗ നഗരം ഇന്ത്യയുടെ ഭരണത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്ന UP എന്ന വലിയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. അവിടെ ചരിത്രമുറങ്ങുന്ന നിരവധി മന്ദിരങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തും അതിനു മുൻപുമൊക്കെ വളരെ പ്രാമാണ്യത്വത്തോടെ നിലനിന്ന കെട്ടിടങ്ങൾ. അവയിൽ മിക്കതും ഇപ്പോൾ നിരവധിയായ ബോർഡുകൾ കൊണ്ട് മറച്ചുകളഞ്ഞിരിക്കുന്നു. നമ്മുടെ മറ്റേത് നഗരവും എന്ന പോലെ ഇവിടവും വൃത്തിയായി സംരക്ഷിക്കുന്നതിനും ചിട്ടയോടെ നിലനിർത്തുന്നതിനും പറ്റുന്നില്ല. ഉന്തുവണ്ടികളും ഓട്ടോറിക്ഷകളും വിചിത്ര രൂപമുള്ള വാഹനങ്ങളും ബൈക്കുകളുമെല്ലാം യാതൊരു അച്ചടക്കവുമില്ലാതെ തലങ്ങും വിലങ്ങും ഓടുന്ന തെരുവ്. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന മട്ടിൽ നിൽക്കുന്ന പഴഞ്ചൻ മന്ദിരങ്ങൾ. ഇടയ്ക്ക് ക്രിസ്ത്യൻ പള്ളികൾ. ഏച്ചുകെട്ടലുകളോടെ പണിത പുതിയതെന്ന് ഇന്നാട്ടുകാർ അഭിമാനിക്കുന്ന വലിയ ഭംഗിയൊന്നുമില്ലാത്ത കുറേ കെട്ടിടങ്ങൾ. ഇതൊക്കെയാണ് ലഖ്നൗ നഗരത്തിന്റെ പ്രധാന കാഴ്ച. വണ്ടി കുറേ ഓടി റെസിഡൻസിയുടെ മുന്നിലെത്തി. റെസിഡൻസിയുടെ അകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോപ്പർട്ടിയാണിത്. ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് നടന്നു. അവധ് എന്ന നാട്ടുരാജ്യത്തിന്റെ ഭരണത്തിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടു തുടങ്ങിയതിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ റെസിഡൻസി മന്ദിരം. 1774 അവധിന്റെ നവാബായിരുന്ന ഷൗജ ഉദൌള അവധിന്റെ രാജ്യസഭയിൽ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ ഉൾപ്പെടുത്താമെന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിലെത്തുന്നത്. തൊട്ടടുത്ത വർഷം നവാബ് രാജ്യതലസ്ഥാനം ഫൈസാബാദിൽ നിന്ന് ലഖ്നൌവിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്നാണ് ബ്രിട്ടീഷ് റെസിഡന്റിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും വേണ്ടി ഇവിടെ ഒരു മന്ദിര സമുച്ചയം പണിതത്. ബെയ്ലിഗാർഡ് ഗേറ്റ് എന്നാണ് ഈ കവാടത്തിന്റെ പേര്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണിത്. ബ്രിട്ടീഷ് ക്യാപ്റ്റനായ ജോൺ ബെയ്ലി ലഖ്നൌവിൽ റെസിഡന്റായി എത്തിയതിന്റെ ആദരസൂചകമായി അന്നത്തെ നവാബ് സാദത്ത് അലി ഖാനാണ് ഈ കവാടം പണിതത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനിടെ ഭാഗികമായി തകർന്നിരുന്നു ഈ കവാടം. അടുത്ത കാലത്താണ് ഇത് ഈ വിധം പുനർനിർമ്മിച്ചത്. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് ട്രഷറി ബിൽഡിംഗ് എന്ന കെട്ടിടമാണ്. നേരെ മുന്നിൽ ഈ കാണുന്നത് നേറ്റീവ് ഹൗസ്. റെസിഡൻസി കോംപ്ലക്സിൽ ഇന്ത്യൻ സൈനികരുടെ താമസയിടമായിരുന്നു നേറ്റീവ് ഹൗസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ 13-ാം നേറ്റീവ് ഇൻഫൻട്രി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ലഫ്റ്റനന്റ് ആറ്റ്കിൻ എന്ന ബ്രിട്ടീഷ് ഓഫീസറുടെ കീഴിലായിരുന്നു 13-ാം നേറ്റീവ് ഇൻഫൻട്രി ഇവിടെ പ്രവർത്തിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് റെസിഡൻസിയെ ആക്രമിക്കാനെത്തിയ കലാപകാരികളെ ബ്രിട്ടീഷ് പട്ടാളം നേരിട്ടത് ഇവിടം കേന്ദ്രമാക്കിയായിരുന്നു. ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം ലഖ്നൌവിൽ ഒരു ജനകീയ കലാപമായിരുന്നു. ഡൽഹിയിലും കാൺപൂരിലും ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള ഇന്ത്യൻ സൈനികരാണ് കലാപമുയർത്തിയതെങ്കിൽ ലഖ്നൌവിൽ പൊതുജനങ്ങളാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നേരിട്ടത്. അക്കാലത്ത് 1500 ഇന്ത്യൻ സൈനികർ ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു. അവർ കലാപകാരികൾക്കൊപ്പം ചേരുമോ എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭയം. അത്തരമൊരു നീക്കം ഇന്ത്യൻ സൈനികരിൽ നിന്നുണ്ടായില്ലെങ്കിലും അന്ന് റെസിഡൻസി ആക്രമിച്ച നാട്ടുകാർക്കെതിരെ വെടിയുതിർക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാണ് ചരിത്രം. നേറ്റീവ് ഹൗസിനോട് ചേർന്ന് തന്നെയാണ് ട്രഷറി ബിൽഡിംഗ്. ചുവന്ന ഇഷ്ടിക കൊണ്ട് പണിത വലിയൊരു കെട്ടിടം. അതിനടുത്തേക്ക് ചെന്നു. ഒരു രാജസ്ഥാനി ശൈലിയിലുള്ള ചില കമാനങ്ങൾ. ബ്രിട്ടീഷ് ആർക്കിടെക്ചറിന്റെയും ഇന്ത്യൻ വാസ്തുകലയുടെയും ഒരു മിശ്രണമാണ് ഇവിടെ കാണാനാവുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ട്രഷറിയായിരുന്നു ഇത്. 1851 കെട്ടിടത്തിന്റെ നിർമ്മാണം. അന്ന് 16,897 രൂപ ഈ കെട്ടിടത്തിന്റെ പണിക്കായി ചെലവായി എന്നാണ് രേഖകൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ റെസിഡൻസി കോംപ്ലക്സ് ഒന്നാകെ സമരക്കാർ ഉപരോധിച്ചിരുന്നു. 87 ദിവസം നീണ്ട ഉപരോധമായിരുന്നു അത്. ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമുള്ള ഉപരോധം. ഉപരോധ സമയത്ത് പീരങ്കിയിൽ നിന്നുള്ള വെടിയേറ്റ പാടുകൾ ഇപ്പോഴും ട്രഷറി ബിൽഡിംഗിന്റെ ചുവരുകളിൽ കാണാം. അക്കാലത്ത് ഈ ട്രഷറി ബിൽഡിംഗ് അവർ ആയുധ നിർമ്മാണശാലയാക്കി. റൈഫിളിനുള്ള ഉണ്ടയാണ് പ്രധാനമായും ഇവിടെ നിർമ്മിച്ചിരുന്നത്. അടുത്തതായി കാണുന്നത് ഡോക്ടർ ഫെയറേഴ്സ് ഹൗസ് എന്ന കെട്ടിടമാണ്. ഞാൻ അതിലേക്ക് കയറി ചെന്നു. മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം. അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്.
തകർന്ന അവസ്ഥയിൽ തന്നെയാണെങ്കിലും കെട്ടിടം ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ട്. റെസിഡൻസിയിലെ ഡോക്ടർമാരുടെ വസതിയും ചികിത്സാലയവുമായിരുന്നു ഡോക്ടർ ഫെറേഴ്സ് ഹൗസ് എന്ന ഈ മന്ദിരം. 1857 ഉപരോധകാലത്ത് ഇവിടുത്തെ റെസിഡന്റ് സർജനായിരുന്നു ഡോക്ടർ ഫെറർ. അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് ഈ കെട്ടിടം അറിയപ്പെട്ടത്. സജീവമായിരുന്ന നാളുകളിൽ ബ്രിട്ടീഷുകാർ ആഘോഷപൂർവ്വം വസിച്ചിരുന്ന ഒരിടമാണ് ലഖ്നൗ റെസിഡൻസി. റെസിഡന്റ് അഥവാ ഹൈക്കമ്മീഷണറും അദ്ദേഹത്തിന്റെ കുടുംബവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും സൈനികരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 1500 ആളുകൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. റെസിഡൻസിയുടെ സംരക്ഷണത്തിനായി 1500 ഇന്ത്യൻ സൈനികരും. ഉദ്യാനങ്ങളും നീന്തൽക്കുളങ്ങളും ആശുപത്രിയും കച്ചവട കേന്ദ്രങ്ങളും കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥലവും ദേവാലയവുമെല്ലാം ഉണ്ടായിരുന്നു അന്ന് ഈ കോംപ്ലക്സിൽ. ലഖ്നൗ പട്ടണത്തിനകത്തെ ചെറിയൊരു ലണ്ടനായിരുന്നു ഈ റെസിഡൻസി. ഇപ്പോൾ നടന്നെത്തുന്നത് ബാങ്ക്വറ്റിംഗ് ഹാൾ എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിന് മുന്നിലേക്കാണ്. കമിതാക്കളുടെ ഒരു വിശ്രമ കേന്ദ്രം എന്നല്ലാതെ നാട്ടുകാർക്ക് ഈ കെട്ടിടങ്ങളോടൊന്നും വലിയ കൗതുകമില്ലെന്ന് അതിനടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നി. ഇതാണ് ബാങ്ക്വറ്റിംഗ് ഹാൾ. റെസിഡൻസിയിൽ നവാബിനുള്ള വിരുന്നുകൾ നടന്നിരുന്ന ഇടമാണ് ഈ ബാങ്ക്വറ്റിംഗ് ഹാൾ. സാദത്ത് അലി ഖാൻ എന്ന നവാബാണ് ഇത് പണികഴിപ്പിച്ചത്. അക്കാലത്ത് റെസിഡൻസിയിലെ ഏറ്റവും അലങ്കാരസമൃദ്ധമായ കെട്ടിടമായിരുന്നു ഇത്. ക്രിസ്റ്റൽ ഷാൻലിയറുകളും അനേകം കണ്ണാടികളും സിൽക്ക് വിരിച്ച ദിവാനുകളുമെല്ലാം കൊണ്ട് അലങ്കരിച്ച കെട്ടിടം. മാർബിളും ഗ്രാനൈറ്റും വിരിച്ചതായിരുന്നു പ്രധാന ഹാളിന്റെ തറ. ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഫയർ പ്ലേസുകൾ വരെ ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ അലങ്കാരങ്ങളൊന്നും തന്നെ ഇതിൽ കാണാനില്ല. പണ്ട് മാസത്തിൽ ഒരിക്കലോ 2 തവണയോ നവാബിന് റെസിഡൻസിയിൽ വിരുന്നൊരുക്കുന്ന പതിവുണ്ടായിരുന്നു. പരിവാര സമേതമാണ് നവാബ് വിരുന്നിനെത്തിയിരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി 87 ദിവസം റെസിഡൻസി ഉപരോധിക്കപ്പെട്ടപ്പോൾ ഈ കെട്ടിടം ഒരു ആശുപത്രിയാക്കി മാറ്റിയിരുന്നു. റെസിഡൻസിയിലെ അന്തേവാസികളിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ച സാഹചര്യത്തിലായിരുന്നു അത്. കൂടുതൽ ബ്രിട്ടീഷ് സൈന്യമെത്തി ഉപരോധം പരാജയപ്പെടുത്തി ഇവിടെയുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെയെല്ലാം ഒഴിപ്പിച്ചതോടെയാണ് ഈ കെട്ടിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായത്. പിന്നീട് നാട്ടുകാർ കയ്യേറിയ കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. 1857 കലാപത്തിലും ഉപരോധത്തിലും തകർന്ന അവസ്ഥയിൽ കുറേക്കാലം ഈ മന്ദിരങ്ങൾ കിടന്നിരുന്നു. ഏതാനും വർഷങ്ങൾക്കകം എല്ലാ കെട്ടിടങ്ങളുടെയും മേൽക്കൂര തകർന്നു. ചുണ്ണാമ്പ് മിശ്രിതം കൊണ്ടുള്ള പ്ലാസ്റ്ററിംഗ് മഴയും വെയിലുമേറ്റ് ഭാഗികമായി അടർന്നു പോവുകയും ചെയ്തു. കെട്ടിടങ്ങളിലെ മര ഉരുപ്പടികൾ ദ്രവിച്ചു തീർന്നു. ബ്രിട്ടീഷുകാർ ഇത് സംരക്ഷിക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. റൈഫിളിൽ നിന്നുള്ള ഉണ്ടകളും പീരങ്കി ഉണ്ടകളും പതിച്ച പാടുകളോടെ 1 നൂറ്റാണ്ടിലേറെ ഈ കെട്ടിടങ്ങൾ നിലനിന്നു. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം സർ ഹെൻറി ലോറൻസ് എന്ന പ്രമുഖന്റെയും മറ്റ് നിരവധി പേരുടെയും മരണം നടന്ന സ്ഥലമായിരുന്നു ഇത്. നാട്ടുകാരുടെ ഉപരോധത്തിനിടെ വെടിയേറ്റ ഹെൻറി ലോറൻസ് ഇവിടെയുള്ള ഫെറേഴ്സ് ഹൗസിൽ ദിവസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് മരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം 1950കളിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇവിടം ഒരു ചരിത്ര കേന്ദ്രമായി സംരക്ഷിക്കുവാൻ നടപടിയെടുക്കുന്നത്. വീണ്ടും നടന്നു. അതിവിശാലമായ മൈതാനം പോലുള്ള ഭാഗങ്ങളുണ്ട് ചിലയിടത്ത്. ലോണൊക്കെ പിടിപ്പിച്ച് നല്ല രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു ഇവിടമെല്ലാം. അങ്ങ് അകലെ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ബിൽഡിംഗ്, റെസിഡൻസിയുടെ പ്രധാന ഭാഗം. അങ്ങോട്ടാണ് പോകേണ്ടത്. കുറച്ച് വളഞ്ഞു ചുറ്റിയേ അവിടെ എത്താൻ പറ്റൂ. ഈ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ കിച്ചൺ ഹൗസാണ്. റെസിഡൻസിയിൽ വിരുന്നുകൾ നടക്കുമ്പോഴും പ്രത്യേക ആഘോഷങ്ങൾക്കും ഭക്ഷണം തയ്യാറാക്കിയിരുന്ന അടുക്കള അതിനുള്ളിലാണ്. ഒരു ഗേറ്റ് കടന്ന് കയറി ചെല്ലുമ്പോൾ ബീഗം കോത്തി എന്ന ഒരു ബിൽഡിംഗാണ് കാണുന്നത്. റെസിഡൻസി ഉപരോധിക്കപ്പെട്ട കാലത്ത് കുറെ സ്ത്രീകൾ ഒരുമിച്ച് വസിച്ചിരുന്നത് ബീഗം കോത്തിയിലാണ്. അവരുടെ സംരക്ഷണത്തിനായി പുറത്ത് പ്രത്യേക കാവലും ഏർപ്പെടുത്തിയിരുന്നു. അതിനു മുൻപ് റെസിഡൻസിയിലെ പൊതുവായ വസ്തുക്കളുടെ സ്റ്റോറേജായും ഇത് ഉപയോഗിച്ചിരുന്നു. ഈ കെട്ടിടങ്ങൾക്കെല്ലാം പ്ലാസ്റ്ററിംഗ് ഉണ്ടായിരുന്നതാണ്. ഇത് കാണുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. മുൻപ് കണ്ട കെട്ടിടങ്ങളിൽ ചുടുകട്ട മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന്റെ പ്ലാസ്റ്ററിംഗ് എല്ലാം മഴയും വെയിലും കൊണ്ട് അടർന്നു പോയതാണ്. അവധിന്റെ നവാബായിരുന്ന മുസ്തഫ ഖാന്റെയും മുഹമ്മദ് ഹസൻ ഖാന്റെയും മൃതദേഹങ്ങൾ ഇവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. ജർമ്മനി, പോളണ്ട്,
ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയുമുള്ള 4 രാജ്യങ്ങൾ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ റെസിഡൻസിയുടെ മെയിൻ ബിൽഡിംഗിലേക്ക് നടക്കുകയാണ്. മെയിൻ ബിൽഡിംഗിൽ ഒരു മ്യൂസിയമൊക്കെയുണ്ട്. 1857 മെമ്മോറിയൽ മ്യൂസിയവും അതിനകത്താണ് പ്രവർത്തിക്കുന്നത്. അവിടെ ക്യാമറ അനുവദിക്കുമോ എന്നറിയില്ല. അങ്ങോട്ട് നടക്കുമ്പോൾ വലിയൊരു കുന്നിൻ പ്രദേശമാകെ ചരിത്ര കേന്ദ്രത്തിന് യോജിച്ച വിധം മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും വലിയ ഭീഷണി നേരിട്ട പ്രദേശമായിരുന്നു ലഖ്നൌവിലെ ഈ റെസിഡൻസി. 1957 മെയ് 10 മീററ്റിൽ ആരംഭിച്ച കലാപം വളരെ പെട്ടെന്നാണ് വ്യാപിച്ചത്. 1 വർഷത്തിലേറെ നീണ്ടുനിന്ന ആ സമരത്തിനിടെ ഏതാണ്ട് 3 മാസം ലഖ്നൌ റെസിഡൻസി പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അക്കാലത്ത് ലഖ്നൌ റെസിഡൻസിയിലെ ഹൈക്കമ്മീഷണറായിരുന്ന സർ ഹെൻറി ലോറൻസിന് ഇവിടെ വെച്ച് വെടിവെപ്പിൽ പരിക്കേറ്റിരുന്നു. ഉപരോധകാലത്ത് ചികിത്സയിൽ കഴിയവേ റെസിഡൻസിയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതാണ് 1857 മെമ്മോറിയൽ മ്യൂസിയം. മെയിൻ റെസിഡൻസി ബിൽഡിംഗിന്റെ ഒരു ഭാഗത്താണ് മ്യൂസിയം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, മാപ്പുകൾ, പ്രധാന നേതാക്കളുടെ ഛായാചിത്രങ്ങൾ എന്നിവയൊക്കെ മ്യൂസിയത്തിലുണ്ട്. പക്ഷേ അതിനകത്ത് ക്യാമറ അനുവദിക്കില്ല. അതിനാൽ മ്യൂസിയത്തിൽ കയറാതെ നടന്നു. റെസിഡൻസിയുടെ മെയിൻ ബിൽഡിംഗിന്റെ കുറെ ഭാഗമെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞുപോയി. ഇപ്പോൾ കുറെ ഭിത്തി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിനൊക്കെ പ്ലാസ്റ്ററിംഗ് ഉണ്ടായിരുന്നതാണ്. ഭിത്തികളിൽ വർണ്ണചിത്രങ്ങൾ തൂങ്ങിയിരുന്നതാണ്. മനോഹരമായ ലൈറ്റിംഗ് ഉണ്ടായിരുന്നതാണ്. റാന്തലുകൾ കത്തിയിരുന്നതാണ്. പ്രൗഢഗംഭീരമായിരുന്നു അത്. പക്ഷേ ഇന്നതെല്ലാം ഈ വിധത്തിലാണ്. ചരിത്രത്തെ കുറേക്കാലം അവഗണിച്ചിടുന്ന ഒരു പരമ്പരാഗത സ്വഭാവം നമുക്കുണ്ടല്ലോ. ആദ്യം ചരിത്രത്തെ വിസ്മരിക്കുക, അതിന്റെ ശേഷിപ്പുകളെ നശിക്കാൻ വിടുക. അങ്ങനെ നശിച്ച ശേഷം ബോധോദയമുണ്ടാവുക. അപ്പോഴേക്കും അതെല്ലാം ഈ വിധം അസ്ഥിപഞ്ജരം മാത്രമായി കഴിഞ്ഞിരിക്കും. അതിന്റെ വഴികളിലൂടെയൊക്കെ ക്യാമറയുമായി നടന്നു. മെയിൻ റെസിഡൻസിയുടെ മുന്നിൽ പുൽത്തകടി. അതിന്റെ അങ്ങേയറ്റത്ത് ഒരു സ്മാരകം, മെമ്മോറിയൽ ഓഫ് സർ ജോൺ ഇംഗ്ലീഷ്. 87 ദിവസം ഇന്ത്യൻ പോരാളികൾ റെസിഡൻസിയെ ഉപരോധിച്ചപ്പോൾ ഇവിടുത്തെ മന്ദിരങ്ങളെയും ബ്രിട്ടീഷുകാരെയും സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനിക ഓഫീസറായിരുന്നു സർ ജോൺ ഇംഗ്ലീഷ്. അന്ന് റെസിഡൻസിയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കമാൻഡറായിരുന്ന സർ ഹെൻറി ലോറൻസ് വെടിയേറ്റ് വീണപ്പോഴാണ് ജോൺ ഇംഗ്ലീഷ് സൈനിക നേതൃത്വം ഏറ്റെടുത്തത്. ഉപരോധം അവസാനിക്കും വരെ റെസിഡൻസിയെ സംരക്ഷിച്ചത് അദ്ദേഹമാണ്. ഞാൻ അവിടെ നിന്ന് തിരികെ പുറത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. ലഖ്നൌ റെസിഡൻസി ഉപരോധം ഇന്ത്യാ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. 1857 നവംബറിൽ ജെയിംസ് ജോർജ് സ്മിത്ത് നിൽ എന്ന കമാൻഡറുടെ നേതൃത്വത്തിൽ എത്തിയ ബ്രിട്ടീഷ് പട്ടാളം 4 ദിവസം നടത്തിയ ശക്തമായ ആക്രമണത്തിനൊടുവിലാണ് ഇന്ത്യൻ പോരാളികളിൽ നിന്നും റെസിഡൻസിയെ മോചിപ്പിച്ചത്. ഞാൻ നേരത്തെ കയറി വന്ന കവാടമാണിത്, ബെയ്ലി ഗാർഡ് ഗേറ്റ്. ആ കവാടത്തിൽ കൂടി തന്നെ പുറത്തേക്ക് നടന്നു. കാറിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ വഴി ബ്ലോക്കാണ്. ഈ ബ്ലോക്കിന്റെ കാരണം എന്താണെന്നോ? 2 വരിയുള്ള പാതയിൽ ഒരു വരി മുഴുവൻ ബൈക്കുകളും കാറുകളും കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അടുക്കി അടുക്കി നിർത്തിയിട്ടിരിക്കുന്നു. റോഡിന്റെ പകുതിയോളം അവർ കയ്യേറിയിരിക്കുകയാണ്. കാര്യമെന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. ലഖ്നൌ ജില്ലാ സെഷൻ കോർട്ട് ഇവിടെയാണ്. കോടതിയിലെ വക്കീലന്മാരുടെയും മറ്റുദ്യോഗസ്ഥരുടെയും ബൈക്കുകളാണ് വഴി മുഴുവൻ നിറച്ചുവെച്ചിരിക്കുന്നത്. ഒരു ബസ് എതിരെ വന്നു. അതോടെ റോഡ് ബ്ലോക്കായി. 1 മണിക്കൂർ അവിടെ കാത്തുകിടന്നു. എല്ലാവരും വണ്ടിക്കകത്ത് വെറുതെ ഇരിക്കുകയാണ്. അവസാനം ഞാൻ വഴിയിലിറങ്ങി. ബൈക്കുകൾ മാറ്റിവെച്ച് കുറെ ഇടയുണ്ടാക്കി. ഞാൻ തനിച്ചിറങ്ങി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മറ്റു ചില ഡ്രൈവർമാരും ഇറങ്ങി വന്നു. അങ്ങനെ എന്റെ നേതൃത്വത്തിൽ വഴിയുണ്ടാക്കി ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കി വിടുകയാണ്. കേരളത്തിൽ നിന്ന് വന്ന നമ്മൾ ചെയ്യണം. നിയമം പാലിക്കേണ്ട അല്ലെങ്കിൽ നിയമത്തെ സംരക്ഷിക്കേണ്ട ആളുകൾ
ഒരു കോടതി മുന്നിൽ തന്നെ നിയമം ലംഘിക്കുന്ന ലജ്ജാകരമായ ഒരു കാഴ്ചയാണിത്. 1.5 മണിക്കൂർ നേരം ഞങ്ങൾ അവിടെ വണ്ടിയിട്ട് കിടന്നു. അവിടെ നിന്ന് യാത്ര തുടരുമ്പോൾ ഇടതുവശത്ത് ഈ കാണുന്നത് ഇവിടുത്തെ സെന്റിനിയൽ ഇന്റർമീഡിയറ്റ് കോളേജാണ്. ഇത്തരത്തിൽ പ്രൗഢമായ ചരിത്രമുറങ്ങുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ, കൂടാതെ നിരവധി ചരിത്ര സ്ഥലങ്ങളും. പക്ഷേ അതിനെയൊന്നും കൃത്യതയോടെ സംരക്ഷിക്കുന്നില്ല. അതല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളെല്ലാം മഹാവൃത്തികേടാണ്. ഇപ്പോൾ ഇടതുവശത്ത് വലിയൊരു മതിൽക്കെട്ട് കാണാം. ഇത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ ക്യാമ്പസാണ്. മായാവതി UP മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പണിതതാണിത്. മാന്യവർ ശ്രീ കാൻഷിറാംജി സ്മാരക സ്ഥൽ എന്നാണ് അറിയപ്പെടുന്നത്. ലക്നൗ ഇക്കോ ഗാർഡൻ എന്നും പേരുണ്ട്. ഇതിനകത്ത് കാൻഷിറാമിന്റെ സ്മാരകമാണുള്ളത്. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലവും 100 കണക്കിന് ഏക്കർ സ്ഥലം ഒരു ഉദ്യാനമാക്കിയിരിക്കുകയാണ്. അതിനകത്ത് വേറെയും ചിലതുണ്ട്. ബുദ്ധവിഹാർ ശാന്തി ഉപവൻ അതിൽ പ്രധാനപ്പെട്ടതാണ്. ബഹുജൻ സമാജ് പാർട്ടി സ്ഥാപകനായ കാൻഷിറാമിന്റെ 4 വലിയ പ്രതിമകളാണ് സ്മാരക സ്ഥലിലെ പ്രധാന കാഴ്ച. 40 മീറ്റർ വ്യാസമുള്ള മകുടത്തോടു കൂടിയ ഒരു കെട്ടിടത്തിനകത്താണത്. കാൻഷിറാമിന്റെ ജനന മരണ ദിനാചരണത്തിനായി അദ്ദേഹത്തിന്റെ ധാരാളം അനുയായികൾ അവിടെ ഒത്തുകൂടാറുണ്ട്. 834 കോടി രൂപ ചെലവിലാണ് മാന്യവർ ശ്രീ കാൻഷിറാംജി ഗ്രീൻ എക്കോ ഗാർഡൻ എന്ന ആ പ്രോജക്റ്റ് പൂർത്തിയാക്കിയത്. 2011 അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 112 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ആ ഉദ്യാനം. ഇതെല്ലാം സ്മാരകസ്ഥലിന്റെ ഭാഗങ്ങളാണ്. പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി ആരോപണങ്ങളും ഖജനാവിലെ പണം ദൂർത്തടിക്കുന്നു എന്ന ആരോപണവും ഇതിന്റെ നിർമ്മാണ കാലത്ത് ഉയർന്നു. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ച് മായാവതി പദ്ധതി പൂർത്തിയാക്കുകയാണുണ്ടായത്. ഇതിന്റെ മതിലിന് തന്നെ കോടിക്കണക്കിന് രൂപ ചെലവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കല്ലുകൊണ്ടാണ് മുഴുവൻ പണിതിരിക്കുന്നത്. ഗാർഡന്റെ 32.5 ഏക്കർ സ്ഥലം ബുദ്ധവിഹാർ ശാന്തി ഉപവനാണ്. 18 അടി ഉയരവും 4 മുഖങ്ങളുമുള്ള ഒരു ബുദ്ധപ്രതിമയോടുകൂടിയ ബുദ്ധവിഹാരമാണത്. വലിയൊരു മെഡിറ്റേഷൻ ഹാൾ, സന്യാസി മഠം, ലൈബ്രറി, ഗസ്റ്റ് ഹൗസ് എന്നിവയെല്ലാം ബുദ്ധവിഹാറിനോടനുബന്ധിച്ചുണ്ട്. ഇതാണ് ബുദ്ധവിഹാർ ശാന്തി ഉപവന്റെ കവാടം. നേരത്തെ കണ്ടത് ഇക്കോ ഗാർഡന്റെ ഭാഗങ്ങളാണ്. 1,80,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച സോളാർ എനർജി സിസ്റ്റമാണ് ഗാർഡനിലേക്കും സ്മാരകത്തിലേക്കുമെല്ലാം ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉദ്യാനത്തിലെ 10 ഏക്കർ ഭാഗം പബ്ലിക് യൂട്ടിലിറ്റി ഏരിയയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗുകൾ, ടോയ്ലറ്റ് കോംപ്ലക്സ്, റെസ്റ്റോറന്റുകൾ എന്നിവയൊക്കെ അവിടെയുണ്ട്. 20 ഏക്കറിൽ പാർക്കിംഗ് ഏരിയയും സജ്ജീകരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഇക്കോളജി പാർക്കുകളിലൊന്നാണ് ഇവിടുത്തേതെന്നാണ് മായാവതി അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ സമയം 3 മണിയായി. ആകാശം മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഒട്ടും പ്രസന്നമല്ല. അതുകൊണ്ട് കാൺപൂരിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ലഖ്നൗ നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങളിലൂടെയാണ് കാൺപൂർ ലക്ഷ്യമാക്കി പോകുന്നത്. പോകുന്ന വഴിക്ക് കുറച്ച് ഗ്രാമങ്ങൾ സന്ദർശിക്കണം. അവിടുത്തെ ജീവിതം കാണണം. നമ്മൾ ഉത്തരേന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. UPയുടെ പ്രധാന നേട്ടങ്ങളെപ്പറ്റി വാചാലരാകാറുമുണ്ട്. ആളുകളുടെ കയ്യിലേക്ക് പണം വരുന്നുണ്ടാകാം. പക്ഷേ അതൊന്നും ഗ്രാമങ്ങളിലെ ജീവിതത്തിലൊന്നും പ്രകടമല്ല. ഹൈവേയിലെ ഒരു പ്രധാന പ്രശ്നം ഇതാണ്. കുറെ ചരക്ക് ലോറികൾ. അവയെങ്ങനെ നിരന്നു നീങ്ങുകയാണ്. വേറെ ആരും മറികടന്ന് പോകേണ്ട എന്ന മട്ടിൽ. ഇവരൊക്കെ എന്ന് വിവരമുള്ളവരാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഹൈവേയുടെ ഓരങ്ങളൊക്കെ വൃത്തിശൂന്യമാണ്. ആരു ഭരിച്ചാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇന്ത്യക്ക് വരില്ല. ഈ കാഴ്ചകളാണ് ഒരു രാജ്യം വികസിച്ചോ പരാജയപ്പെട്ടോ എന്ന് തെളിയിക്കുന്നത്. 10-20 കൊല്ലം മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന മലയാളികൾക്ക് ഇതല്പം പുരോഗമിച്ചു എന്ന അഭിപ്രായമുണ്ടായിരിക്കാം. ചില ഭാഗങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ സൗന്ദര്യമുള്ള ഒറ്റപ്പെട്ട തുരുത്തുകളായിരിക്കുകയാണ്. ഗ്രാമങ്ങളിൽ വികസനം കുറവാണെങ്കിലും UPയുടെ നഗരങ്ങൾ വലിയ വളർച്ച നേടുന്ന കാലമാണിത്. സാമ്പത്തിക നിലയിൽ രാജ്യത്ത് 2ാം സ്ഥാനമുണ്ട് UPക്ക്. ഇവിടെ ഇപ്പോൾ ചെറിയ പട്ടണങ്ങളിൽ പോലും റോഡിനിരുവശവും കാണുന്ന ഒരു പ്രധാന കാഴ്ചയുണ്ട്.
നിരവധി ട്യൂഷൻ സെന്ററുകളുടെയും IAS അക്കാഡമികളുടെയും ഹയർ സെക്കൻഡറിക്ക് ശേഷം കുട്ടികൾക്കുള്ള എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എൻട്രൻസ് പരിശീലന കേന്ദ്രങ്ങളുടെയും ബോർഡുകളാണ്. ഒരു ചായ കുടിച്ചിട്ട് യാത്ര തുടരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു വഴിയോര തട്ടുകടയിൽ കയറി. കച്ചവടക്കാരൻ ചായ തിളപ്പിച്ചു. അവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഒരു മൺപാത്രത്തിനകത്താണ് ചായ തരിക. ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന മൺപാത്രമാണിത്. ഉഗ്രൻ ചായയായിരുന്നു. അത് പറയാതെ തരമില്ല. ചൂട് ചായ. കടയിൽ കണ്ട തരം മൺകപ്പുകൾ ഉണ്ടാക്കുന്നവരുടെ ഗ്രാമങ്ങൾ ഈ പരിസരത്തുണ്ട്. അത്തരം ചില ഗ്രാമങ്ങൾ കാണാമെന്ന് ഞാൻ വികാസിനോട് പറഞ്ഞു. പക്ഷെ വികാസിനും ഗ്രാമങ്ങൾ എവിടെയാണെന്ന് നിശ്ചയമൊന്നുമില്ല. ഞങ്ങൾ പുറത്തെ കാഴ്ചകൾ നോക്കി ഉൾഗ്രാമങ്ങളിലേക്കുള്ള പാതകൾ അന്വേഷിച്ച് ലഖ്നൌവിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര തുടരുകയാണ്. 1-2 ഗ്രാമങ്ങളിൽ പോവുക എന്ന ലക്ഷ്യത്തോടെ.